ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അരിയും ഉഴുന്നും ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ അരികെല്ലാം നന്നായിട്ട് മൊരിപ്പിച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പാണ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ഒന്ന് അടിക്കണേ. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്നുകൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ അതായിരുന്നാലും മതി. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് എന്നുള്ളത് ഒരു കപ്പായാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് കളറിലുള്ള ചോറ് ചേർക്കുമ്പോൾ നമ്മുടെ പാലപ്പത്തിന് ആ ഒരു കളർ കിട്ടും. ഇനി ഏത് അരിയുടെ ചോറായാലും ഒരു കുഴപ്പമില്ല. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഞ്ചസാര നിർബന്ധമാണ്, ചേർക്കണം കേട്ടോ. അത് ചേർക്കുമ്പോൾ നമ്മുടെ പാലപ്പത്തിന് മധുരമൊന്നും ഉണ്ടാവില്ല പഞ്ചസാര ചേർത്തെന്ന് കരുതിയിട്ട് കേട്ടോ. നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. അതിലും കൂടുതൽ വേണമെന്നില്ല. 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്തിട്ടുള്ളത്. ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തു, അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ഈ എടുത്ത അരിപ്പൊടിക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പകുതി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മൾ ആ മാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ മാവ് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരക്കുക. ഇപ്പം ഇതാ രണ്ടാമത്തെ ബാച്ചും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ആ മിക്സിയുടെ ജാറിൽ ഞാൻ 2 തവണ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയിട്ട് ഒഴിച്ചു കിട്ടുക. നമുക്ക് ബാറ്റർ കട്ടിക്കാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ബാറ്ററിൻ്റെ കട്ടി നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കട്ടിയുള്ളൊരു മാവല്ല വേണ്ടത്, നമുക്ക് പാലപ്പത്തിന് വലിയ കട്ടി വേണ്ട. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. എനിക്ക് 1 മണിക്കൂർ സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ വെക്കുന്നത്. അത്ര നിർബന്ധമില്ല, ഞങ്ങൾ ഒരു 3/4 മണിക്കൂറോ ഒക്കെ വെച്ചിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് കണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് കണ്ടില്ല അല്ല പൊങ്ങി പുറത്തേക്കൊക്കെ വരും കേട്ടോ. കണ്ടോ, നമ്മൾ ആകെ 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്തിട്ടുള്ളത്. അത്രയും ക്വാണ്ടിറ്റിയുടെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ മാവ് അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല, ഞാൻ ഉപ്പ് ചേർത്ത് അരയ്ക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ ഒരു ഇളക്കിൽ മാത്രമേ പിന്നെ വേണ്ടി വരുള്ളൂ. മറ്റേ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കുമ്പോൾ നമുക്ക് ബാറ്റർ നല്ലവണ്ണമായിട്ട് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇളക്കിയാൽ മതി, ഇനി ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പതുക്കെ സാവധാനം ഒന്ന് അടി ഇളക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൊന്ന് നമ്മുടെ ആ ഒരു ബാറ്ററിൽ സെറ്റ് ആവണം. ആ രീതിക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആ എടുത്ത മാവ് അതേപോലെ തന്നെ ഉണ്ട്, വല്ലാണ്ട് താന്നു പോയിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പം ഞാനിത് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചട്ടിക്ക് ഓവർ ചൂടുണ്ടാവരുത്. ഓവർ ചൂടുണ്ടാകുമ്പോൾ നമുക്കിതുപോലെ ചുറ്റിക്കുമ്പോൾ മാവ് ഈ ചുറ്റിക്കുന്നത് പോലെ വരൂല കേട്ടോ. മാവ് എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ചട്ടിയുടെ ചൂട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ചുറ്റിച്ചതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പോൾ കണ്ടല്ലോ, കംപ്ലീറ്റ് ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, നല്ല നെറ്റ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക.
അപ്പോഴത്തേക്ക് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നടുഭാഗത്ത് നിങ്ങൾക്ക് ഇത്തിരി കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒത്തിരി അങ്ങോട്ട് കട്ടി ഇഷ്ടമല്ല, ഞാൻ എല്ലാ പാലപ്പം ഉണ്ടാക്കുന്നതിലും പറയാറുണ്ട്. അപ്പോൾ ദാ മാവ് ഒഴിച്ച് കൊടുത്തു, എന്നിട്ട് ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അരികു ഭാഗം ഉണ്ടല്ലോ, അത് ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് അത് മൊരിയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യത്തിന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെക്കുന്ന സമയത്ത് നല്ലോണം കുറച്ച് വെക്കും ചെയ്താൽ മതി. ഇപ്പോഴത്തെ നമ്മൾ രണ്ടാമത്തെ ഒഴിച്ചതും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുക്കാം. 2 തവി മാവ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നടുഭാഗത്തിൽ നിങ്ങൾക്ക് കട്ടി ഇഷ്ടമുള്ളവർക്ക് നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു പാകത്തിന് ചൂടാണ് നമ്മുടെ പാൻ ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അത്ര നമുക്ക് നല്ലപോലെ ചുറ്റിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതാ ഇതും ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇതിലും മൊരിയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി കേട്ടോ. ഇത് അടുത്തതും പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പം ഞാനിത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പാലപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ അരികെല്ലാം നല്ല മൊരിഞ്ഞിട്ടും നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പാലപ്പം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അത് മൊരിപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.